ചൂട് കൂടിയതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. അതാണ് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. സുരക്ഷിതമല്ലാത്ത വെള്ളവും ഭക്ഷണവും കഴിക്കരുത്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ വകുപ്പ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. വഴിയോരങ്ങളിലുള്ള ചെറിയ കടകൾ മുതൽ എല്ലാ കടകളും പരിശോധിച്ചു വരുന്നു. ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി നടക്കുന്നുണ്ട്. വേനൽക്കാലത്ത് ഏറ്റവും അപകടമാകുന്നത് ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസാണ്. മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഐസ് കാരണം പല രോഗങ്ങളും ഉണ്ടാകും. അതിനാൽ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രമേ ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. കടകളിലും പാതയോരങ്ങളിലും ജ്യൂസ് വിൽക്കുന്നവർ ശുദ്ധജലത്തിൽ നിന്നുള്ള ഐസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ആഹാര സാധനങ്ങൾ ചൂടുകാലത്ത് പെട്ടെന്ന് കേടാകുന്നതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണവും വെള്ളവും അടച്ച് സൂക്ഷിക്കണം. ഭക്ഷണം പാഴ്സലിൽ മേടിക്കുന്നവർ അതിൻ്റെ തീയതിയും സമയവും രേഖപ്പെടുത്തിയ സ്റ്റിക്കറും പരിശോധിക്കണം. നിശ്ചിത സമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത്. കുടിക്കുന്നത് ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. കടകളിൽ നിന്നും വാങ്ങുന്ന കുപ്പിവെള്ളം അത് കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സീൽ പൊട്ടിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. കുപ്പിയുടെ അടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുടിവെള്ളം ഉപയോഗിക്കരുത്. വലിയ ക്യാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലാതുള്ളവ കഴിച്ചാൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കടകളിൽ വെയിലേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളമോ ശീതള പാനീയങ്ങളോ സൂക്ഷിക്കരുത്. അത്തരം പാനീയങ്ങൾ വാങ്ങി കുടിക്കാതിരിക്കുക. അതാണ് ആരോഗ്യത്തിന് നല്ലത്. കുടിവെള്ളം, മറ്റ് ശീതള പാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ വെയിലേൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടാനും വെയിലേൽക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകാനും പാടില്ല. ഇത്തരം കുപ്പികളിലെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുപോലെ ഈ സീസണിൽ വലിയ ഡിമാൻഡ് ഉള്ളതാണ് തണ്ണിമത്തൻ. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും, ധാരാളം കിട്ടും. ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തണ്ണിമത്തൻ മിക്കവർക്കും പ്രിയപ്പെട്ടതാണ്. വൈറ്റമിൻ, പൊട്ടാസ്യം, ധാതുക്കൾ എന്നിവ തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട്. അത് വലിയ അളവിൽ ജലാംശമുള്ളതിനാൽ വിശപ്പും ദാഹവും ശമിപ്പിക്കാനും ചൂടിൽ നിർജ്ജലീകരണം തടയാനും തണ്ണിമത്തൻ സഹായിക്കും. എന്നാൽ ഡിമാൻഡ് ഏറിയതോടെ വ്യാജനം വിപണിയിൽ സജീവമാണ്. അതായത് വ്യാജ തണ്ണിമത്തൻ സുലഭമായി ലഭിക്കും. മരുന്നടിച്ച് പഴിപ്പിച്ച തണ്ണിമത്തനാണ് ഏറെയും വിൽക്കപ്പെടുന്നത്. മിക്ക വിൽപ്പനയിടങ്ങളിലും തണ്ണിമത്തൻ മുറിച്ചു വെച്ചിരിക്കുന്നത് കാണാം. നല്ല പഴുത്ത നിറത്തിലായിരിക്കും അകഭാഗം കാണപ്പെടുന്നത്. എന്നാൽ ഇത് വ്യാജമായ നിറങ്ങൾ ചേർത്തവയായിരിക്കും, ഒരു സംശയം വേണ്ട. ഇവ കൂടുതലായി കഴിക്കുന്നത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ വ്യാജ നിറം തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു പഞ്ഞിയോ കോട്ടൺ തുണിയോ കൊണ്ട് തണ്ണിമത്തൻ്റെ ചുവന്ന ഭാഗത്ത് തടവുക. ഇതിൽ നിറം പറ്റുകയാണെങ്കിൽ അവയിൽ രാസവസ്തുക്കൾ ചേർത്തതായി കണക്കാക്കാം. സ്വാഭാവികമായി പഴുത്തതാണെങ്കിൽ നിറം പടരുകയില്ല. മാത്രമല്ല കൃത്യമായി പാകമായതിന് നല്ല ഭാരമുണ്ടായിരിക്കും. തട്ടുമ്പോൾ ആഴത്തിലുള്ള ശബ്ദം കേൾക്കും. പുറന്തോടിന് ഇളം മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലുള്ള വരകൾ ഉണ്ടായിരിക്കും. വെള്ളയോ പച്ചയോ ആണെങ്കിൽ പാകമായതല്ലെന്ന് കരുതിക്കോണം. അതുപോലെ മുറിക്കാത്ത തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ വീട്ടിലെ സാധാരണ താപനിലയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്ത തണുപ്പുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. 7 മുതൽ 10 ദിവസം വരെ അത് കേടുകൂടാതെ ഇരിക്കും.